മോദി ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനാണ്. അങ്ങനെ ഒരു ഉരുക്ക് കവചം ഭാരതത്തിന് തീർത്തു തരികയാണ് അദ്ദേഹം. അതായത് ലോകത്തിലെ ഏത് ആക്രമണം വന്നാലും നേരിടാൻ കഴിയുന്ന അത്ര വലിയ പ്രതിരോധ സംവിധാനത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ലോക രാജ്യങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രം, അമേരിക്കയും ഇസ്രയേലും അടക്കം ചുരുങ്ങിയ ചില രാജ്യങ്ങൾക്ക് മാത്രമുള്ള ആ വലിയ നേട്ടം, എന്തിനേയും തടുക്കാൻ കഴിയുന്ന വജ്രായുധത്തെ പോലും തടഞ്ഞു നിർത്തുന്ന ആ നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു അല്ലേ സാർ? അയൺ ഡോം ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം. അതെ, ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് കേപ്പബിലിറ്റി എന്ന് പറയും, BMD സംവിധാനം എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഇതുവരെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇസ്രായേലിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സംവിധാനം. ഇപ്പോൾ ഇന്ത്യ ആ ഒരു എലീറ്റ് ക്ലബിൽ ചേരുക, 4ാമത്തെ രാജ്യമായിട്ട് മാറി. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം അറിയണം. ഇപ്പോൾ കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വന്നിരുന്ന ഒരു വാർത്ത, ഈ പാകിസ്ഥാൻ കഴിഞ്ഞ 60 വർഷങ്ങളിൽ ആകെ കൂടി 9 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. അതെല്ലാം തന്നെ ചൈനീസിൻ്റെയും പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയോ അങ്ങനെയൊക്കെയുള്ള ഏജൻസി വഴിയാണ് വിക്ഷേപിച്ചത്. അവർക്ക് സ്വന്തമായിട്ട് വിക്ഷേപിക്കാനായിട്ടുള്ള സാങ്കേതികവിദ്യ ഒന്നും ആയിട്ടില്ല ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായിട്ട്. അപ്പോൾ ഈ 60 വർഷം കൊണ്ട് 9 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 2025 തൊട്ട് 2026 വരെ 6 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 60 വർഷം കൊണ്ട് അവർക്ക് 3 ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള 6 ഉപഗ്രഹങ്ങൾ ഈ ഒരു വർഷം കൊണ്ടാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലും ഏറ്റവും വലിയ തട്ടിപ്പ് എന്താ പറഞ്ഞത്, ഇവർ പറയണത് ഞങ്ങൾ സിവിലിയൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് മുഴുവൻ സ്പൈ സാറ്റലൈറ്റ്സ് ആണ്, ചാരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റാണ്. എന്ന് പറഞ്ഞാൽ ആ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ച് അവർക്ക് ഉത്തരേന്ത്യയിലെയും ഇന്ത്യയിലെ കശ്മീരിലെയും അതുപോലെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ, ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയൊക്കെ, ചൈനീസ് അതിർത്തിയൊക്കെ വളരെ 1 സെൻറ്റിമീറ്റർ റെസൊല്യൂഷനിൽ അവർക്കത് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 6 ഉപഗ്രഹങ്ങൾ അവർ വിട്ടിരിക്കുന്നത് ചൈനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ സാങ്കേതിക സഹകരണമുണ്ട്. അതുപോലെ ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തനം നടത്താനായിട്ട് അവർ തമ്മിൽ ഒരു വലിയ രഹസ്യധാരണയുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഉഷാറാക്കിയത് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നില്ലേ, അതിനുശേഷം അതിലവർ ഇരുന്നുപോയി. ഓപ്പറേഷൻ സിന്ദൂർ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അടി വന്നത്. ടാർഗറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെ മാത്രം അവർ ഇന്ത്യ അറ്റാക്ക് ചെയ്തുള്ളൂ, ഇന്ത്യയുടെ പ്രതിരോധ സേനകൾ പോയിട്ട്. അതോടുകൂടിയാണ് അവർ ഈ സാറ്റലൈറ്റ് ഉണ്ടാക്കിയത്. മിക്കവാറും ചൈനക്കാരായിരിക്കും, ഇവരുടെ പേരിൽ കൊടുത്താണ്. എന്നിട്ട് ഇവർ എന്ത് ചെയ്തു, ലോകരെ മുഴുവൻ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ സൺ സിങ്ക്രണസ് ഓർബിറ്റിലേക്കാണ് ലോഞ്ച് ചെയ്യണമെന്ന് പറയും. സൺ സിങ്ക്രണസ് ഓർബിറ്റിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഓർബിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഓർബിറ്റ് സിവിലിയൻ ആവശ്യങ്ങൾ, ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണം, അതല്ലെങ്കിൽ എന്താ പറയുന്നത് കൃഷി ഇതിനെ കുറിച്ചിട്ടുള്ള പഠനം നടത്താനായിട്ട്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ച് പഠിക്കാനായിട്ട്, ആ ഇതിലേക്കുള്ള കാര്യങ്ങൾക്കറിയാം. അല്ലെങ്കിൽ മാരിടൈം കമ്മ്യൂണിക്കേഷൻ, മാരിടൈം മോണിറ്ററിങ് സംവിധാനമൊക്കെ നോക്കാനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞിട്ടാണ് അവർ വിട്ടത്. എന്നിട്ട് ഇവർ ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തെന്നറിയോ, ഒരു 38 ഡിഗ്രി ഇൻക്ലിനേഷനിലേക്ക് മാറ്റി വേറൊരു ഓർബിറ്റിലേക്ക് പോകും. ഈ ഓർബിറ്റിൽ മുഴുവൻ സ്പൈ സാറ്റലൈറ്റ്സാണ് മൂവ് ചെയ്യണം അവർക്കത്. അപ്പോൾ എന്ത് പറ്റി, ഇത്രയും സാറ്റലൈറ്റ്സ് ഉള്ളത് കാരണം ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ അത് ജിയോ സ്റ്റേഷനറി എന്ന് പറയും. ഒരിടത്ത് മാത്രം പാർക്ക് ചെയ്യുക ചെയ്യുന്ന സാറ്റലൈറ്റ്, അത് അവിടെ തന്നെ നിൽക്കും. അത് അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്ന അതേ സ്പീഡിൽ ഈ സാറ്റലൈറ്റ് ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളിവിടെ എന്താ പറയുക, എറണാകുളത്ത് മറൈൻ ഡ്രൈവിന് മുകളിലൊരു സാറ്റലൈറ്റ് പാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് തോന്നുന്നു, അതിപ്പോൾ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, വിമാനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് തോന്നുന്നു വിമാനം അനങ്ങണില്ല എന്ന് തോന്നും, സ്റ്റാറ്റിക്കായിട്ട് നിൽക്കണില്ലേ എന്ന് നമുക്കൊരു തോന്നൽ വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ആ സ്പീഡിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും നമുക്കത് തോന്നുന്നത്. അപ്പോൾ അതേപോലെ ഈ സാറ്റലൈറ്റ് ഇങ്ങനെ
മൂവിങ് സാറ്റലൈറ്റ് ആയത് കാരണം 6 ഉണ്ടല്ലോ, ഇത് എപ്പോഴും റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കാശ്മീരിൻ്റെ മുകളിൽ ഒരു സാറ്റലൈറ്റ്, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് മൂവ് ചെയ്യും. അപ്പോൾ അത് അതിൻ്റെ റീവിസിറ്റ് എന്ന് പറയുമ്പോൾ 2 3 ദിവസമോ 4 ദിവസമോ 5 ദിവസമോ കഴിഞ്ഞിട്ടായിരിക്കും ആ സാറ്റലൈറ്റ് പിന്നെ ആ ഏരിയയിൽ വരികയുള്ളൂ. പല ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യണത്. ഇപ്പോൾ ഈ 6 സാറ്റലൈറ്റ് ഉള്ളത് കാരണം ഓരോ സാറ്റലൈറ്റും നമ്മുടെ കാശ്മീരിൻ്റെ മുകളിൽ, ഈ നോർത്ത് ഇന്ത്യയുടെ മുകളിൽ 2 ദിവസത്തിൽ ഒരിക്കൽ വന്നിട്ടെങ്കിലും റീവിസിറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് റിയൽ ടൈം ഫോട്ടോഗ്രാഫ്സ് ഭൂമിയിലേക്ക് അയച്ചു കൊടുക്കും, പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു ഭീഷണി ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പലരും പ്രതിരോധ വിദഗ്ധരെ വളരെയധികം ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്, പ്രതിരോധ വിദഗ്ധരിൽ. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ഒരു വാർത്ത വരുന്നത്. അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം. ഇന്നലെ AN-32 Antonov 32 എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്പോർട്ട് വിമാനം തകർന്നു വീണ 5 പേര്, 2 പേര് പൈലറ്റുമാരും 3 പേര് കോർപ്പറൽസും വാറണ്ട് ഓഫീസർ അങ്ങനെയുള്ള തസ്തികയിൽ ജോലി ചെയ്യണവരാണ്. അവർ 5 പേര് മരിച്ചു. വളരെ ദുഃഖകരമായൊരു വാർത്ത. ആൻറ്റോണോ വിമാനം റഷ്യൻ നിർമ്മിത വിമാനമായിരുന്നു. അത് കഴിയുമ്പോഴാണ് ഈ വാർത്ത വരുന്നത്. ഈ ബലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന മിസൈൽസ് ഉണ്ടാവും. ഇപ്പോൾ പാകിസ്ഥാനൊക്കെ ഇൻ്റർകോണ്ടിനെൻ്റൽ ബലിസ്റ്റിക് മിസൈൽസൊക്കെ ഉണ്ടാവാം, ചൈനയ്ക്കും ഉണ്ടാവാം ഇൻ്റർകോണ്ടിനെൻ്റൽ ബലിസ്റ്റിക് മിസൈൽ, ഭൂഖണ്ഡാന്തര മിസൈലുകൾ. പിന്നെ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് മിസൈൽസ് ഉണ്ടാവും, IRBM എന്ന് പറയും. അപ്പോൾ അത് ഇന്ത്യനെ ടാർഗറ്റ് ചെയ്ത് അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മിസൈൽസിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും, ട്രാക്ക് ചെയ്യാൻ സാധിക്കും, ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. DTD എന്ന് പറയും, ഡിറ്റക്ഷൻ, ട്രാക്കിംഗ് ആൻഡ് ഡിസ്ട്രക്ഷൻ. ഇത് 3 ചെയ്യാൻ സാധിക്കും ഈ BMD വെച്ചിട്ട്, ബലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട്. അതായത് 2000 മുതൽ 5000 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള മിസൈൽസിനെയും വിമാനങ്ങളെയും നിർവീര്യമാക്കാനായിട്ട് നമ്മുടെ ഈ മിസൈൽ ടെക്നോളജിക്ക് കഴിയും. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. നമ്മൾ എലീറ്റ് ക്ലബ് ഓഫ് നേഷൻസ് അതിൽ മെമ്പറായി. വേറെ ചൈനയ്ക്ക് കൂടി ഇല്ലാത്ത സംവിധാനമാണ് തോന്നുന്നത്. അപ്പോൾ ഈ മിസൈൽ ആക്രമണം എങ്ങനെ വേണമെങ്കിലും നടക്കാമല്ലോ. ഇപ്പോൾ ഇസ്രായേലിന് മിസൈൽ അറ്റാക്ക് തടയാനായിട്ട് ഒരു അയൺ ഡോം ഫെസിലിറ്റി ഉണ്ട്. അതില്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ള ഒരു അയൺ ഡോം ഫെസിലിറ്റി ആയിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അതൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.